ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരാഴ്ച വരെ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റുന്ന അവൽ വിളയിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സാധാരണ നമ്മളെല്ലാവരും അവൽ നനച്ച് കഴിക്കാറുണ്ട്. അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം ചായക്കൊപ്പമോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. എന്നാൽ ഈ രീതിയിൽ അവൽ വിളയിച്ചത് ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ ദിവസം ഫ്രിഡ്ജിലൊന്നും വയ്ക്കാതെ വെളിയിൽ വെച്ച് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ട് 250 ഗ്രാം ശർക്കര ഒന്ന് പൊട്ടിച്ച ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഇപ്പോൾ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇതുപോലെ ഉരുകി വന്ന ശേഷം കുറച്ച് സമയം കൂടെ ഒന്ന് തിളപ്പിക്കാം. ഒരു 4-5 മിനിറ്റും കൂടെ ഇതുപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് അല്പം ഒന്ന് കട്ടിയായിട്ട് വരും. നൂൽ പരുവൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് കട്ടിയായി വന്നാൽ മതി. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് മറ്റൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഇത്രയും വേണ്ടെങ്കിൽ ഇത്രയും ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചാലും മതി. 1 ടീസ്പൂണൊക്കെ ഒഴിച്ചാലും മതി. നെയ്യൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. കിസ്മിസ് ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതും ചേർക്കാം. കാഷ്യൂസ് ഒന്ന് കളർ മാറി വരുമ്പോൾ കോരി മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊരി കടല ഇട്ട് കൊടുക്കാം. നമ്മൾ മിക്സറിലൊക്കെ ഇടുന്ന ആ ഒരു കടലയാണ്. അത് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോഴേക്കും കോരി മാറ്റാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് എള്ളാണ്. അതും ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ കറുത്ത എള്ളും വെളുത്ത എള്ളും കൂടെ ചേർത്ത് ഒന്ന് കഴുകിയെടുത്തതാണ്. അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഞാൻ ഒരു തേങ്ങ തിരുവിയിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. തേങ്ങ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. തേങ്ങയുടെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറാനായിട്ട് ചെറുതായിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. കളറൊന്നും മാറണ്ട, ഇത്രയും ഇളക്കിയാൽ മതി. ഇനി ഇതിലേക്ക് ശർക്കര പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് അവൽ ചേർക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ബൗളിൽ 2 ബൗൾ ഒരു 200-250 ഗ്രാം തന്നെ അവലെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂ നട്ട്സും പൊരികടലയും ചേർക്കാം. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല, സിമ്മിലാണ് ഇട്ടിട്ടുള്ളത്. കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരാഴ്ച വരെ ഫ്രിഡ്ജിലൊന്നും വയ്ക്കാതെ പുറത്ത് വെച്ചിരുന്നാലും നല്ല പോലെ തന്നെ കേടാകാതെ ഇരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.